തൃശൂരിൽ ക്രൈസ്തവ സഭയെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. പലയിടത്തും യുഡിഎഫിനൊപ്പം നിന്ന ശക്തികൾ തൃശൂരിൽ കൂടെ നിന്നില്ല. അവിടെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭ എടുത്ത നിലപാട് അതിനെ മുഖ്യമന്ത്രി എങ്ങനെയാണ് വിമർശിച്ചത്? ലക്ഷ്മി, നിയമസഭയിലായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ക്രൈസ്തവ സഭകൾക്കെതിരെ പരോക്ഷമായൊരു വിമർശനം ഉയർത്തിയത്. തൃശ്ശൂരിൽ BJPക്കുണ്ടായ വിജയം, സുരേഷ് ഗോപി വിജയിച്ച സംഭവം അല്ലെങ്കിൽ BJPക്കുണ്ടായ വിജയം ഗൗരവതരമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇരു മുന്നണികളും അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളും ചർച്ച ചെയ്ത് എന്താണ് അത്തരത്തിലൊരു വിജയം ഉണ്ടാവാൻ കാരണമായത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ക്രൈസ്തവ സഭകൾ മറ്റു മുന്നണികളോടൊപ്പം നിന്നപ്പോൾ എന്തുകൊണ്ടാണ് തൃശ്ശൂർ മാത്രം ഇത്തരത്തിൽ BJPയോടൊപ്പം ക്രൈസ്തവ സഭ നിൽക്കാനുണ്ടായ കാര്യം അല്ലെങ്കിൽ കാരണം, ആ കാരണങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് വരും കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യണമെന്നായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ തന്നെ ഇത്തരത്തിൽ പരോക്ഷമായിട്ട് ഇത്തരത്തിൽ സംസാരിച്ചത്. അതോടൊപ്പം തന്നെ CPMനുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ വമ്പൻ പരാജയം ഈ ക്രൈസ്തവ സഭകളുടെ ഇത്തരത്തിലുള്ള BJPയോടുള്ള അനുകൂല നിലപാട് കാരണമാണെന്ന് കൂടി പറയാതെ പറയുകയാണ് മുഖ്യമന്ത്രി. എല്ലാ കാലത്തും ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ സഹായം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ സഹായം ലഭിക്കുമെന്ന് കരുതേണ്ട എന്നൊരു കാര്യവും കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റിടങ്ങളെന്ന് സൂചിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും കേരളത്തിന്റെ തെക്കൻ മേഖലകളിലൊക്കെ, അതായത് തിരുവനന്തപുരം പോലുള്ള ലോക്സഭാ മണ്ഡലങ്ങളൊക്കെ നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ കത്തോലിക്ക സഭയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ആനുകൂല്യത്തോടു കൂടിയൊക്കെയാണ് പലരും മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വിജയിച്ച ചില തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു കാര്യവും കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരാമർശം സഭയിൽ നടത്തിയത്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു വമ്പൻ പരാജയം ഉണ്ടാവാൻ കാരണമായത്? ആ കാരണം പരിശോധിച്ച് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകും. എല്ലാ കാലവും പരാജയപ്പെടുമെന്ന് കരുതേണ്ട. വരും കാലഘട്ടങ്ങളിൽ ജനപിന്തുണയോട് കൂടി തന്നെ വിജയിച്ചു വരുമെന്ന തരത്തിലുള്ളൊരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തോൽവിയുടെ കാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണം കോൺഗ്രസ് ഇത്തരത്തിൽ BJPക്ക് വഴിവെട്ടിയതാണ്. തൃശ്ശൂരിൽ ഇത്തരത്തിൽ സുരേഷ് ഗോപി ജയിച്ചു വരാനുണ്ടായ കാരണം. നിലവിൽ CPMന്റെ വോട്ടുകൾ എല്ലായിടത്തും അതേ രീതിയിൽ തന്നെയുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല എന്നും ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ക്രൈസ്തവ സഭകളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് സഭയിലും ഇത്തരത്തിലൊരു വിമർശനം ഉയർത്തിയത്. ലക്ഷ്മി ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.